Hi all, welcome to the online session of manufacturing process. We are going to discuss about the topic forging process. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ് ഡിസ്കസ് ചെയ്തു. അതിൽ കോൾഡ് വർക്കിംഗ്, അതിൻ്റെ ഓപ്പറേഷൻസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ ഹോട്ട് വർക്കിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി ഹോട്ട് വർക്കിങ്ങിൽ വരുന്ന ഒരു മെയിൻ പ്രോസസ്സാണ് ഫോർജിങ് പ്രോസസ്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടുള്ളതാണ് ഫോർജിങ് പ്രാക്ടീസ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഫോർജിങ് കുറച്ച് പഴയ കാലം മുതലേ നമ്മൾ ചെയ്യുന്നൊരു മെക്കാനിക്കൽ വർക്കിംഗ് പ്രോസസ്സാണ് ഫോർജിങ് എന്നുള്ളത്. Forging may be defined as metal working process by which metals and alloys are plastically deformed to the desired shape by the application of a compressive force. നമ്മൾ മെറ്റൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിലേക്കും സൈസിലേക്കും നമ്മൾ ഒരു കംപ്രസീവ് ഫോഴ്സ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് എടുക്കുന്നതിനെയാണ് ഫോർജിങ് എന്ന് പറയുന്നത്. ഫോർജിങ് മേ ബി ഡൺ ബൈ എയ്തർ മെഷീൻ ഫോർജിങ് ഓർ ഹാൻഡ് ഫോർജിങ്. രണ്ട് ടൈപ്പ് ഉണ്ട്, മെഷീൻ ഫോർജിങ് ആൻഡ് ഹാൻഡ് ഫോർജിങ്. മെഷീൻ ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷീൻ ഒരു ലാർജ് അല്ലെങ്കിൽ മീഡിയം സൈസിൽ ഫോർജിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. കാരണം ഒരു നല്ല ഫോഴ്സ് വേണ്ടി വരുന്ന കേസിലാണ് നമ്മൾ മെഷീൻ ഫോർജിങ്, ഒരു പ്രസ്സോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷറുകൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് റാം ടൈപ്പ് ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനാണ് മെഷീൻ ഫോർജിങ് എന്ന് പറയുക. ഒരു ക്ലോസ്ഡ് ഫർണസിൽ വെച്ചായിരിക്കും അതിനെ നമ്മൾ ചൂടാക്കുന്നത്. ഇതുപോലെയാണ് വലിയ ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്, ഇതുപോലെ ടർബൈൻ്റെ ഡിസ്കുകൾ, ഗിയേഴ്സ്, വീൽസ്, ഇതെല്ലാം വലിയ വലിയ പാർട്ടുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഷീൻ ഫോർജിങ് വഴിയാണ്. അതുപോലെ ഹാൻഡ് ഫോർജിങ് അല്ലെങ്കിൽ സ്മിത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ടൂൾസ്, ഹാൻഡ് ടൂൾസ് പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓപ്പൺ ഫയറിൽ അല്ലെങ്കിൽ ഓപ്പൺ ഹെർത്തിൽ വെച്ച് നമ്മൾ ഫോർജ് ചെയ്തെടുക്കുന്നതിനാണ് ഹാൻഡ് ഫോർജിങ് എന്ന് പറയാം. ആ സ്ഥലത്തെ നമ്മൾ സ്മിത്ത് ഷോപ്പ് എന്ന് പറയും, ഹാൻഡ് ഫോർജ് ചെയ്യുന്ന സ്ഥലത്തെ. ഇതിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്, ബോൾട്ട്, ഹെഡ്, അതുപോലെ റിവെറ്റ്സ് എല്ലാം ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഫോർജിങ് പ്രോസസ്സിൻ്റെ. ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. ഫോർജിങ് പ്രോസസ്സിന് റാപ്പിഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കമ്പോണൻറ്റ്സ്. Forging improves grain structure of metals and hence its mechanical properties. Third one, forging strengthens the component and it can withstand unpredictable loads. Fourth one, minimum weight per unit strength and better resistance to shock. Fifth one, superior surface finish and machining qualities. Sixth one, close tolerance can be maintained. Seventh one, forging are easily welded. നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഡൈസ് ആൻഡ് ഇറ്റ്സ് മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഹൈ. ഡൈ ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, അതുപോലെ മെയിൻ്റനൻസ്, നമുക്ക് ഇതിനെ എപ്പോഴും ചൂടാക്കണം. അപ്പോൾ അതിന് ഫ്യൂവൽ വേണം, അല്ലെങ്കിൽ അതിൻ്റെ കോള് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ വേണം. അപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ചൂടായ സാധനം ആയതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം വേണം. ഇൻ ഹോട്ട് ഫോർജിങ്, ഡ്യൂ ടു റാപ്പിഡ് ഓക്സിഡേഷൻ ഓർ സ്കെയിലിംഗ് ഓഫ് ദ സർഫസ്, അതുകൊണ്ട് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുവർ സർഫസ് ഫിനിഷാണ്. ഫോർജിങ് ഓപ്പറേഷൻ ഈസ് ലിമിറ്റഡ് ടു സിമ്പിൾ ഷേപ്പ് ആൻഡ് ഹാസ് ലിമിറ്റേഷൻസ് ഫോർ പാർട്സ് ഹാവിങ് അണ്ടർകട്ട്, റീഎൻട്രൻഡ് സർഫസ് എക്സെട്ര. അബ്സല്യൂട്ട് നീഡ് ഫോർ സ്കിൽഡ് ലേബർ. നല്ല സ്കിൽഡ് ലേബർ മസ്റ്റായിട്ട് വേണം. അപ്പോൾ സ്കിൽഡ് ലേബർ അല്ലാത്ത ആൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇനി രണ്ട് ടൈപ്പ് ഫോർജിങ് ആണുള്ളത്, ഓപ്പൺ ഡൈ ഫോർജിങ്ങും ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും. അതിൽ ഫസ്റ്റ് വൺ ഓപ്പൺ ഡൈ ഫോർജിങ്. അതിനെ നമ്മൾ സ്മിത്ത് ഡൈ ഫോർജിങ് എന്നും പറയും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഡൈ ഫോർജിങ്. അതിലും മിക്ക രണ്ട് ഡൈകളുണ്ടാവും, അല്ലെങ്കിൽ അപ്പർ ഡൈയും ലോവർ ഡൈയും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡൈ എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും മിക്ക കേസിലും. ഓപ്പൺ ഫോർജിങ്ങിനെ വീണ്ടും, അല്ലെങ്കിൽ ഓപ്പൺ ഡൈ ഫോർജിങ്ങിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഫോർജിങ് ഒക്കെ നമ്മൾ ഡൺ ബൈ ഹാൻഡ് ഓൺ ഒരു ആൻവിലിൻ്റെ മുകളിൽ വെച്ച് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതിന് ഹാൻഡ് ഫോർജിങ് എന്ന് പറയും. ഹാമർ ഫോർജിങ് എന്ന് പറഞ്ഞാൽ യൂസിങ് പവർ ഹാമേഴ്സ് ഉപയോഗിക്കുന്നതിനാണ്. പ്രസ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ യൂസിങ് പവർ പ്രസ് ഉപയോഗിക്കുന്നതിന് പ്രസ് ഫോർജിങ് എന്ന് പറയും. അപ്പോൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള
ഡൈസ് ഉപയോഗിച്ചിട്ടുണ്ട് ഓപ്പൺ ഫോർജിങ്ങിൽ. മിക്ക കേസിലും ഫ്ലാറ്റ് ഡൈസ് തന്നെയാണ് ഉപയോഗിക്കാറ്. വി ഡൈസ് ഉണ്ട് ഇവിടെ, ഒന്ന് ഫ്ലാറ്റും ഒന്ന് വി ഡൈ ഉണ്ട്, അതുപോലെ സ്വാജ് ഡൈസും ഉണ്ട്. ഇത്രയും പല ടൈപ്പ് ഡൈസാണ് ഉണ്ടാവുക ഓപ്പൺ ഡൈ. മിക്കതിലും ഫ്ലാറ്റ് തന്നെ ആയിരിക്കും. ഇനി ഈ ഫിഗറിൽ ഒരു ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ എക്സാമ്പിളാണ് ബിഫോറും ആഫ്റ്ററും. എന്നാൽ അതിൻ്റെ ലെങ്ത്ത് കംപ്രസീവ് ഫോഴ്സ് വെച്ച് കുറച്ചു, അപ്പോൾ അതിൻ്റെ തിക്നെസ് ഡയമീറ്റർ ഇൻക്രീസ് ആയി. എന്നാൽ H1 എന്നുള്ളത് ഹൈറ്റ് കുറഞ്ഞ് H2 ആയി, ഡയമീറ്റർ D1 എന്നുള്ളത് ഹൈറ്റ് കൂടി D2 ആയി മാറി. ഇതാണ് ഓപ്പൺ ഡൈ ഫോർജിങ്. മിക്ക കേസിലും ലെങ്ത്ത് കുറയ്ക്കാൻ ആണ്, അല്ലെങ്കിൽ തിക്നെസ് കൂട്ടാൻ, അടിച്ച് പരത്തുക എന്നുള്ള ആ ഒരു ലെവലിലാണ് ഇത് ഓപ്പൺ ഡൈ ഫോർജിങ് ഉപയോഗിക്കുന്നത്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ. അഡ്വാൻറ്റേജ്: സിമ്പിൾ ടു ഓപ്പറേറ്റ്, സ്യൂട്ടബിൾ ഫോർ ലോ പ്രൊഡക്ഷൻ വോളിയം, ഇൻഎക്സ്പെൻസീവ് ടൂളിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്, വൈഡ് റേഞ്ച് ഓഫ് വർക്ക് പീസസ് സൈസ് ക്യാൻ ബി യൂസ്ഡ്. ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്: സ്യൂട്ടബിൾ ഫോർ സിമ്പിൾ ഷേപ്പ്, ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ക്ലോസ് ടോളറൻസ്, മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ ഈസ് പുവർ, ലെസ് കൺട്രോൾ ഇൻ ഡിറ്റർമിനിങ് ഗ്രെയിൻ ഫ്ലോ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഡയമെൻഷൻസ്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകളൊന്നും ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫിഗറിൽ നോക്കുക, ഒരു ഡൈ ഉണ്ട്, അതിന് നടുക്ക് ബ്ലാങ്ക് വെച്ചിട്ടുണ്ട്. അതിലെ മുകളിൽ നിന്ന് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ ചൂടായി നിൽക്കുന്ന ഇത് അതിൻ്റെ സൈഡ് വാളിലേക്കെല്ലാം, ആ ഡൈയുടെ സൈഡിലേക്കൊക്കെ കയറി നിൽക്കുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ കറക്റ്റ് സൈസിലുള്ള അല്ലെങ്കിൽ ഡൈയുടെ ഷേപ്പിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുകയാണ്. ഇൻ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, cavities or impressions are cut in the die block in which the metal is forced to take a final shape and dimension. This method is used to produce forged shape in large quantities. Two dies are brought together and the workpiece undergo a plastic deformation until its enlarged sides touch the sides walls of the die. ഡൈയുടെ സൈഡ് വാള് എല്ലാം ടച്ച് ചെയ്ത് നമുക്ക് കിട്ടുകയാണ്. അവിടെ ഫ്ലാറ്റ് ഡൈ അല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ ഓപ്പൺ ഡൈയിൽ ഫ്ലാറ്റ് ഡൈ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള ഓപ്പൺ ഡൈയും ക്ലോസ്ഡ് ഡൈയും തമ്മിലുള്ള വ്യത്യാസം. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. എക്സലൻ്റ് റീപ്രൊഡ്യൂസിബിലിറ്റി വിത്ത് ഗുഡ് ഡയമെൻഷണൽ ആക്യുറസി, മേക്സ് ഗുഡ് യൂട്ടിലൈസേഷൻ ഓഫ് വർക്ക് പീസ് മെറ്റീരിയൽസ്, ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് കോംപ്ലക്സ് ഷേപ്പ്, ലെസ് ടൈം കൺസ്യൂമിങ്, high production rate, suitable for mass production. The grain flow of the metal can be controlled. ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ്: മോർ ദാൻ വൺ സ്റ്റെപ്പ് ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് ഫോർജിങ്, ഫിനിഷിംഗ് ഈസ് റിക്വയർഡ് ഫോർ അച്ചീവിങ് ഫൈനൽ ഷേപ്പ്, ഹൈ എക്യുപ്മെൻറ്റ് ആൻഡ് ടൂളിംഗ് കോസ്റ്റ്, അപ്രോപ്രിയേറ്റ് ഡൈ സെറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. ഇത്രയാണ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഇനി ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ഡൈ ഫോർജിങ്ങും ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയും. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫിഗർ അതിൻ്റെ 2D പിക്ചറാണ്. റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് 3D പിക്ചറാണ്. അപ്പോൾ ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ ഫ്ലാറ്റ് ഡൈ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ ലെങ്ത്ത് കുറച്ച് തിക്നെസ് കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിൽ ഒരു പ്രത്യേക ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ഉപയോഗിക്കുന്നത്. ഫിഗർ കണ്ട് മനസ്സിലാക്കുക ഡിഫറൻസ്. ഇത് വരയ്ക്കണം, ഇതാണ് ഡിഫറൻസ് ചോദിച്ചാൽ വരയ്ക്കേണ്ട ഫിഗർ. ഇനി ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ്. മിക്ക കേസിലും ഫോർജിങ് ഓപ്പറേഷന് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ബാറോ ബില്ലറ്റോ ആയിരിക്കും. അപ്പോൾ രണ്ടോ രണ്ടിൽ കൂടുതൽ ഓപ്പറേഷൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡ് ഫോർജിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് ഓപ്പറേഷൻസ് എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഡ്രോയിങ് ഡൗൺ ഓർ സ്വാജിങ്. It is a forging operation during which the cross section of the metal is reduced and the length is increased. ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യുക, അതോടൊപ്പം ലെങ്ത് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ലെങ്ത് വൈസ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് പീൻ ഹാമർ കൊണ്ട് ഇങ്ങനെ ലെങ്ത് വൈസ് ആയിട്ട് ചൂടാക്കിയ മെറ്റലിനെ
സ്ട്രെയിറ്റ് പിൻ ഹാമർ കൊണ്ട് അടിച്ചിങ്ങനെ പോകുന്നതിനാണ് ഒരു ആൻവിലിൻ്റെ മുകളിൽ വെച്ചിട്ട്. അതാണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഫിഗറിൽ അതിൻ്റെ കർവ്ഡ് പോർഷൻസ് ഒരു സെറ്റ് ഹാമർ കൊണ്ട് അടിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. മൂന്നാമത്തെ പ്രോസസ്സ് ഒരു ഫ്ലാറ്റർ വെച്ചിട്ട് അത് വീണ്ടും അടിച്ച് പരത്തുന്നതാണ് ഫ്ലാറ്റർ വെച്ച്. അപ്പോൾ ഈ മൂന്നാണ് ഡ്രോയിങ് ഡൗൺ ഓർ സ്വാജിങ് എന്നുള്ള പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് അപ്സെറ്റിംഗ്. അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്സെറ്റിംഗ് ഓർ ഹെഡിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് തിക്നെസ് ഓഫ് എ ബാർ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ലെങ്ത്. നേരെ ഓപ്പോസിറ്റാണ്. ഡ്രോയിങ് ഡൗണിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നേരെ അവിടെ ക്രോസ് സെക്ഷൻ കുറയ്ക്കായിരുന്നു, ഇവിടെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ തിക്നെസ് ഇൻക്രീസ് ചെയ്യാണ്, ആണ് ലെങ്ത്താണ് കുറയുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലോ പ്രൊഡ്യൂസ് ചെയ്യും. ഹെവി ബ്ലോ ഈസ് ഗിവൺ അറ്റ് ദ എൻഡ് ബൈ ഹാമർ വെച്ച് ഇത് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ഫിഗർ ഒരു എൻഡിൽ മാത്രം ഒരു ബ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ഹെവി ബ്ലോ അറ്റ് ദ വൺ എൻഡ് ഓൺലി. രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ ഫിഗർ കാണിക്കുന്നത് ബോത്ത് എൻഡിൽ ബ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഫിഗർ സി കാണിക്കുന്നത് സെൻറ്ററിൽ ബ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് അപ്സെറ്റിംഗ് എന്നുള്ള പ്രോസസ്സ്. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് വരുന്നത് സെറ്റിംഗ് ഡൗൺ ആണ്. It is the local thinning down operation effected by the set hammer or set. Usually the work is fulled at the place where setting down commences. Setting down തീരുന്നിടത്താണ് ഫുള്ളറിങ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് ഫുള്ളറിങ് ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി സെയിം ആസ് ഡ്രോയിങ് ഡൗൺ ആൻഡ് കൺസിസ്റ്റ് ഓഫ് റെഡ്യൂസിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ വർക്ക് പീസ് ഓർ ലെങ്തനിങ് പോർഷൻ ഓഫ് ദ സ്റ്റോക്ക് ഇൻ പ്രിപ്പറേഷൻ ഫോർ സബ്സീക്വൻ്റ് ഓപ്പറേഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് ഡ്രോയിങ് ഡൗണിൽ പറഞ്ഞ് എന്നാൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തിക്നെസ് റെഡ്യൂസ് ചെയ്യുക, ആ ഒരു ഇതുപോലത്തെ ഓപ്പറേഷൻ തന്നെയാണ് ഫുള്ളറിങ് എന്ന ഓപ്പറേഷൻ. അഞ്ചാമത്തെ കട്ടിങ്, ചിസൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. റാപ്പിഡ് കട്ടിങ് ഓപ്പറേഷൻ ബൈ ചിസലിംഗ്. ദ മെറ്റൽ ഈസ് ഹീറ്റഡ് ബൈ എ ബ്ലാക്ക് സ്മിത്ത്സ് ഫയർ ആൻഡ് ദെൻ ഹാമർ ബ്ലോസ് ആർ ഡയറക്റ്റഡ് ടു ഓൺ ദ ചിസൽ ഹെഡ്. പിന്നെ വരുന്നതാണ് പഞ്ചിങ് പ്രോസസ്സ്. യൂസിങ് എ ഹോട്ട് പഞ്ച് വെച്ചിട്ട് ഒരു ഹാൻഡിലിൻ്റെ മുകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഡൈയിൽ വെച്ചിട്ട് പഞ്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ് ബെൻഡിങ്. ബെൻഡിങ് ഈസ് ആൻ ഓപ്പറേഷൻ ബൈ വിച്ച് ദ മെറ്റൽ പീസസ് മേ ബി ബെൻഡ് ഫോം വേരിയസ് ഷേപ്പ് വിത്തൗട്ട് ഡാമേജ് ഓഫ് ഇറ്റ്സ് സ്ട്രക്ചറിന് ഒരു ഡാമേജ് സംഭവിക്കാതെ ബെൻഡ് ചെയ്യുക. അത് 90 ഡിഗ്രി അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജ് കോർണറായിട്ട് ബെൻഡ് ചെയ്യാം, അതുപോലെ ആംഗിളിൽ ബെൻഡ് ചെയ്യാം, പല ഇതിൽ ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ 4 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ബെൻഡിങ് ഓവർ ദ ആൻവിൽ, വർക്ക് ഹെൽഡ്, ബെഞ്ച് വൈസിൽ വെച്ചിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട്, ഹാമർ കൊണ്ട് അടിച്ചിട്ട് ബെൻഡിങ് ഓൺ ദ ആൻവിൽ ബീക്ക് ബെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫിക്സ്ചർ വെച്ചിട്ട് ബെൻഡ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ബെൻഡിങ് ആണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഫോർജ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ജോയിനിങ് ടുഗദർ 2 pieces ഓഫ് മെറ്റൽ ആഫ്റ്റർ ദേ ഹാവ് ബീൻ റൈസ്ഡ് ടു കറക്റ്റ് വെൽഡിങ് ടെമ്പറേച്ചർ ആൻഡ് ദെൻ അപ്ലൈയിങ് എക്സ്റ്റേണൽ പ്രഷർ. എന്നാൽ 2 മെറ്റൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യണം, നന്നായിട്ട് ഹീറ്റ് കൊടുക്കണം. എല്ലാ മെറ്റൽസും ഫോർജ് വെൽഡ് ചെയ്യാൻ പറ്റില്ല. റോട്ട് അയണും മൈൽഡ് സ്റ്റീലൊക്കെ സ്യൂട്ടബിൾ ആണ് വെൽഡിങ് പ്രോസസ്സിന്. അതിൻ്റെ ടെമ്പറേച്ചർ എന്നാൽ റോട്ട് അയണിൻ്റെ ടെമ്പറേച്ചർ 1275 ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ മൈൽഡ് സ്റ്റീലിൻ്റെ 1400 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഫോർജ് വെൽഡിങ് ചെയ്യാം. അതിൻ്റെ പ്രോസസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. പല ടൈപ്പ് വെൽഡിങ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ് ലാപ്പ്, രണ്ടാമത്തത് ബഡ് വെൽഡ്, മൂന്നാമത്തെ വി വെൽഡ്, നാലാമത് ടി വെൽഡ്. ഇത്രയാണ് ഇതിൻ്റെ ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ് പറയാനുള്ളത്. പിന്നെ ഇതിൽ വരുന്ന ഫ്യൂവൽസ്, ചാർക്കോള്, കോക്ക്, ഇതൊക്കെയാണ് സ്മിത്തിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ്. അപ്പോൾ ഇത്രയാണ് ഈ മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.